ഇത് മിസ്റ്റർ നിവേശ് ശങ്കർ. നിവേശ് ശങ്കറിൻ്റെ 4ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ 4 ദിവസം കൊണ്ട് ഇന്നിപ്പം നിവേശ് ശങ്കറിന് ഗിയർ തുടങ്ങി, ഇന്നലെ ക്ലച്ചായിരുന്നു. അപ്പോൾ ആൾ സ്വയം നമ്മൾ പഠിപ്പിച്ച ആ ഒരു മെത്തേഡ് അനുസരിച്ച് ഒരു കാറ് തനിച്ചോടിക്കുന്ന ഒരു പ്രാക്ടീസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി നമ്മുടെ ട്രാക്കിനകത്തൂടെ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി അതുപോലെ സെൽഫായിട്ട് ഒരാൾ ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു കാറ് തനിച്ച് ഓടിക്കാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയാണ് MGN മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇത്തരം പ്രാക്ടീസുകളിലൂടെ കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും വണ്ടിയെ ബോഡി ലെവൽ ചെയ്യണം, എവിടെ നമ്മൾ വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മനസ്സിനകത്ത് ഉണ്ട്. അതിനെ അവർ ഡ്രൈവിങ്ങിലൂടെ പ്രാവർത്തികമാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ചോളം കിട്ടുന്ന ഗോൾഡൻ ചാൻസുകളാണ്. കാരണം 4 ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ട് ഒരു കുട്ടിക്ക് ഒരു കാറെടുത്ത് കളിക്കാൻ കൊടുക്കുന്നു എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. പക്ഷേ എവിടെ കൺട്രോൾ പോയാലും നമ്മളിവിടെ നിന്ന് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ആ സ്പോട്ടിൽ ആ കുട്ടി ബ്രേക്ക് ചെയ്ത് നിർത്തും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇത്തരം കുട്ടികൾക്ക് നമ്മൾ വാഹനങ്ങൾ തനിച്ച് കൊടുക്കുന്നത്. പക്ഷേ എല്ലാ കുട്ടികൾക്കും നമ്മളങ്ങനെ കൊടുക്കാറുമില്ല. അപ്പോൾ ആ കുട്ടികളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തെടുക്കുന്ന കുട്ടികൾക്കെല്ലാം അനായാസമായി ഇത്തരം പ്രാക്ടീസുകൾ ചെയ്യാനും വണ്ടി ഇതുപോലെ ഇങ്ങനെ തനിച്ചോടിക്കാനും. അപ്പോൾ ഇതൊന്നും ഒരു മാജിക്കല്ല. യഥാർത്ഥത്തിൽ 4 ദിവസം കൊണ്ട് മിസ്റ്റർ നിവേശ് ശങ്കർ പഠിച്ചെടുത്ത ആ ഒരു എക്സസൈസ് അടിപൊളിയായിട്ട് ആൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാ കുട്ടികൾക്കും കഴിയും. നമ്മൾ അതുപോലെ അത്തരം ക്ലാസ്സുകളെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കി അതുപോലെ നമ്മൾ ചെയ്യണം എന്ന് മാത്രം. മിസ്റ്റർ നിവേശ് ശങ്കർ, സ്റ്റോപ്പ്. എങ്ങനെയുണ്ട്? എത്ര ദിവസം ക്ലാസ്സായി? 4 ദിവസം. ഗിയർ എന്ന് തുടങ്ങിയത്? ഗിയർ തുടങ്ങിയെന്നായിരുന്നു? ഗിയർ നമ്മൾ പഠിച്ചതെന്നായിരുന്നു? വാഹനത്തിൻ്റെ ഗിയർ ഇടാൻ പഠിച്ചതെന്നായിരുന്നു? മിസ്റ്റർ നിവേശ് ശങ്കർ, ഓക്കെ. 2 ദിവസം, ആദ്യത്തെ 2 ദിവസം ക്ലാസ്സുകൾ എന്തായിരുന്നു? സ്റ്റിയറിംഗ്, ആക്സിലറേറ്റർ, ബ്രേക്കിൻ്റെ ക്ലാസ്സിലായിരുന്നു. 3ാമത്തെ ദിവസം എന്ത് തുടങ്ങി? ക്ലച്ച് തുടങ്ങി. അന്ന് ക്ലച്ച് എടുത്ത് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തോ? ഇങ്ങനെ റൗണ്ട് ചെയ്തായിരുന്നു ക്ലച്ചിൽ? ഇല്ല, മുമ്പിലോട്ടും പുറകോട്ടും എടുത്ത് മാത്രമേ ഉള്ളൂ അല്ലേ? അവിടെ വെച്ച് നമ്മൾ ക്ലച്ച് ഒന്നുകൂടെ തറവായിട്ടാണ് ഇന്ന് ഗിയർ തുടങ്ങിയിട്ട് നമ്മൾ ഗ്രൗണ്ടിനകത്ത് ഫുൾ സർക്കിൾ ചെയ്യുന്നു. അപ്പോൾ മനസ്സിനകത്ത് പേടിയുണ്ടോ? ഇല്ല. വണ്ടിയുടെ കൺട്രോൾ പോയാൽ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തും അല്ലേ? ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് നിവേശ് ശങ്കറിൻ്റെ വണ്ടി എടുത്ത് തരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വണ്ടി തരാൻ കഴിയില്ല. അപ്പോൾ ചില കുട്ടികൾ അങ്ങനെയല്ല. അവർ ഒരുപക്ഷെ അവർ ഇങ്ങനൊരു ക്രിട്ടിക്കലായിട്ടുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ അവർ ബ്രേക്കിന് പകരം ചവിട്ടി കൊടുക്കുന്നത് എന്തായിരിക്കും? ആക്സിലേറ്റർ. അപ്പോൾ ആ കുട്ടികളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അത് ആ പഠിക്കുന്ന കുട്ടി ഏത് കാറ്റഗറിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കും. ഓക്കെ, ശരി, പോട്ടെ.